അമ്മ രാവിലെ പൂവൊക്കെ എടുത്തോണ്ടിരിക്കുന്നേ? ഇന്ന് അത്തം തുടങ്ങുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് അത്തപ്പൂ ഇട്ട് തുടങ്ങാം. ഓക്കേ. അത്തം കഴിഞ്ഞ 10ാമത്തെ ദിവസമാട്ടോ തിരുവോണം. 10 ദിവസം കഴിയണോ ഇനി? ഇന്ന് തൊട്ട് 10 ദിവസം. അപ്പൊ അവധി കഴിഞ്ഞിട്ടാണോ ഓണം? അല്ല, നാളെ സ്കൂൾ അടയ്ക്കുമല്ലേ. ഓണം 5-ാം തീയതി, 8-ാം തീയതി പിന്നെ സ്കൂൾ തുറക്കും. ഇത്തവണ നേരത്തെയാണ് അവധി. അതെ അതെ അതെ. എന്നാ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് അത്തപ്പൂ ഇട്ട് തുടങ്ങാം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അത്തം ദിന ആശംസകൾ. ഇന്ന് 1ാമത്തെ ദിവസം ആയതുകൊണ്ടേ ഒരു വട്ടം മതിയേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടുന്നത്. ഇവിടെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്തപ്പൂ ഇട്ടേക്കാം. ഇത് നല്ലപോലെ പൂ വാങ്ങിച്ചിട്ട് വലുതായി ലാസ്റ്റ് ദിവസമാണ് വലിയ അത്തപ്പൂ ഇടുന്നത്. 1ാമത്തെ ദിവസം ഒരു വട്ടം, 2ാമത്തെ ദിവസം 2 വട്ടം, അങ്ങനെ അല്ലേ. 3ാമത്തെ ദിവസം അത്തം 10 ദിവസം ആകുമ്പോ 10 വട്ടം പൂ വേണം. ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നേ. ഇപ്പോഴും വെയില. ഇപ്പൊ വെയിലുണ്ട്, പക്ഷെ മൂടലുവാ. നല്ല കാറ്റാ. അതുപോലെ ഞാൻ പറഞ്ഞല്ലേ അമ്മയോട്, അത്രയും പൂ പറിച്ചതിന് തന്നെ വഴക്ക് പറയുമായിരുന്നു, കുറഞ്ഞു പോയി, കട്ടിക്കിടായിരുന്നു എന്നൊക്കെ. ഇപ്പൊ അതുപോലെ കട്ടിക്ക് വെച്ചില്ലെങ്കിലേ കാറ്റ് വന്നു കഴിയുമ്പോ പറന്നു പോവും. കട്ടിയാണേലും അല്ലേലും കാറ്റ് വന്നാ പറക്കും. ഇവിടെ കാറ്റല്ലേ കുഞ്ഞേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാന്നറിയാം, ഓണം അത്തമാകുമ്പോഴത്തേനും അത്തത്തിന്റെ അന്ന് രാവിലെ കുളിയും കഴിഞ്ഞേച്ച് ഞങ്ങള് പിള്ളേരൊക്കെ കൂടെ ഓടും. ഓരോ അന്നൊക്കെ ഈ പ്ലാസ്റ്റിക് കൂടെ ഒന്നുമില്ല. എന്നേലും വാളയോ അല്ലെങ്കിൽ എന്നതേലും കൈ കിട്ടും, ഒരു പാത്രമായിട്ട് ഓടും ഞങ്ങൾ. അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു പാത്രം എടുത്തോണ്ട് പോകും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് പൂ പറിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടി ഇരുന്ന് അത്തപ്പൂ ഇട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഈ 10 ദിവസം ഞങ്ങൾ കളികളാണ്. ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ടായിരുന്നു, വലിയൊരു വീട്. അവർക്ക് ഭയങ്കര മിറ്റമാണ്. ആ മിറ്റത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഓണക്കളികളാണ്. പിന്നെ 10 ദിവസം ഓണത്തിൻ്റെ അന്നാണ് പിന്നെ എല്ലാവരും കൂടെ വീട്ടിൽ കൂടി ഊണൊക്കെ കഴിക്കുന്നത്. തുമ്പി തുള്ളല്, വടംവലിയ്, പിന്നെ ഇങ്ങനെ ഈ എല്ലാവരും കൂടെ കൂടി നിന്നുള്ള കളികള് നല്ല രസമായിരുന്നു. ഇന്നിപ്പോൾ ആരും അങ്ങനത്തെ കളികൾക്കൊന്നും ഒരിടത്തും പോകുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ഓണാഘോഷ പരിപാടി നടത്താറുണ്ട്. അന്നേരം ഈ പഴയ കളികളൊക്കെ ഇപ്പോഴുണ്ട് മത്സരമായിട്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എല്ലാവരും തിരുവാതിര കളിപ്പിക്കും. തിരുവാതിര എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിരുന്നു ഓണത്തിന്. തിരുവാതിരയും കളിപ്പിക്കും, അതിന്റെ കൂടെ ഈ തുമ്പിതുള്ളൽ എന്ന് പറഞ്ഞെന്നാ 2-3 സെറ്റായിട്ടിരുത്തിയായിരുന്നു തുമ്പി തുള്ളുന്നത്. എല്ലാം ഇങ്ങനെയില്ലേ, കൈകൊട്ടിക്കൊണ്ട് നിൽക്കും ചുറ്റിനും, താളത്തിനൊത്ത് പാട്ടിനൊത്ത്. നല്ല രസമാണ് കാണാൻ. തുമ്പിയാളെ നടുക്കിരുത്തും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എല്ലാരും കൂടി ഇങ്ങനെ കാട്ടും പോയി പാട്ടിനനുസരിച്ച് ചുറ്റിനും നിൽക്കുന്നവർ പാട്ടും പാടി കൈ പഠിക്കും. അത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഈ ഇരിക്കുന്ന ആളിന് ഇങ്ങനെ കൊട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ പാട്ടും എല്ലാം കേട്ട് കഴിയുമ്പോൾ പിന്നെ അവർക്ക് യാതൊരു ബോധവും ഇല്ല. അവരിങ്ങനെ അങ്ങ് വെക്കാൻ തുടങ്ങും. ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇരുന്നങ്ങ് നിരങ്ങി വട്ടത്തിൽ അങ്ങോട്ട് കറങ്ങി ലാസ്റ്റ് ഒരു വെളിവും ഇല്ല, ബോധം കെട്ട് വീഴും. ചിലപ്പോ എന്നേക്ക് നിന്ന് ചിലപ്പോ ഇരുന്നാ കൂടുതൽ ഈ തുള്ളൽ വരുന്നത്. അത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ യാതൊരു ബോധവും ഇല്ല, പിന്നെ വീണ് കഴിഞ്ഞാൽ ബോധം കെട്ട് കിടക്കും. പിന്നെ ഞങ്ങൾ പോയി വെള്ളം കുടയിരിക്കുന്ന ആളിന് വെള്ളം കുടഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ നോക്കും എല്ലാരും ചുറ്റും നിൽക്കുന്ന. മിക്കവാറും എല്ലാരും തന്നെ തുള്ളും ഇരുന്നാല്. നല്ല രസമായിരുന്നു അന്നത്തെ ഓണക്കളികളൊക്കെ. ഇന്നിപ്പോ അതൊന്നുമില്ല. തുമ്പിതുള്ളലൊന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. നമുക്കിവിടെ ആളില്ലല്ലേ, നമുക്ക് തുമ്പിയൊക്കെ തുള്ളായിരുന്നല്ലേ. ഓണത്തിന് നമുക്ക് എല്ലാരും കൂടെ കൂടുമ്പോ ഒന്ന് തുള്ളാല്ലേ. അതെ അതെ, ഓണത്തിന് കുറെ കളി വെക്കണം, എല്ലാരും വരത്തില്ലേ. അറിയത്തില്ലല്ലോ ആർക്കറിയാം, നമുക്കൊട്ട് പോകാൻ നേരവും ഇല്ല. എങ്ങനെയാണോ ഏതായാലും നോക്കാം. 10 ദിവസം കൂടെ ഉണ്ടല്ലോ നമുക്ക്. അതിന്റെ അമ്മച്ചിനെയൊക്കെ എടുത്ത് പോകണ്ടേ ഓണം പ്രമാണിച്ച്. എന്നെ അവരെ പോയി കൊണ്ടുവരണം, അല്ലേ അങ്ങോട്ട് പോകണം. നമുക്കുള്ള വണ്ടിയെ വന്നിട്ടുണ്ട്. നമുക്കേ കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മുടെ പണി തുടങ്ങാം. ചക്കയാണോ വാഴക്കലയാണോ അറിയത്തില്ല എന്നതാണെന്ന്. ഏതായാലും നമുക്ക് കൊണ്ട് പണി. ഇതെല്ലാം നമുക്ക് ഇന്ന് അയക്കാനുള്ളത് കേട്ടോ. 1 2 3 4 5 5 ഉണ്ട്. വണ്ടിക്കകത്തോട്ട് വെച്ചോ, വെച്ചേക്കാം. കുഞ്ഞിയേ, നീ ഓണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനൊന്നും സമയം കിട്ടിയില്ലെങ്കിലും ഏറ്റുമാനൂർ ആന്റിയമ്മയ്ക്കുള്ള ഉപ്പേരികൾ അങ്ങ് ചെല്ലട്ടെ. ഇതും കൂടെ അയച്ചേക്കാം. നമ്മുടെ മെയിൻ ഡ്രൈവർക്കുള്ള നമുക്ക് നാളെ ആർക്കാ ഉള്ളിത്തീയിൽ നിർബന്ധം പറഞ്ഞേ?
നാളെ പോപ്പിയുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പം സദ്യക്ക് ഓരോ കുട്ടികൾ ഓരോ കറികൾ വെച്ചോണ്ട് ചെല്ലണം. അപ്പൊ പോപ്പിക്ക് വെക്കാൻ കൊടുത്തു വിട്ടിരിക്കുന്ന തീയലും വെച്ചോണ്ട് ചെല്ലാനാ. പോപ്പിക്ക് വെക്കാൻ കൊടുത്തില്ല, പോപ്പി തന്നെ പറഞ്ഞാ ഞാൻ തീയൽ. അവന്റെ വായിൽ അന്നേരം തീയലെന്നാ വന്നേ. അവൻ പറഞ്ഞു ഞാൻ തീയൽ കൊണ്ടുവന്നേക്കാന്ന്. അപ്പൊ എണ്ണ എടുക്കുക വെച്ചേ കളിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തായിരുന്നു തേങ്ങ വറുത്തേ അല്ലേ? ആ. പാത്രത്തിലോട്ട് തന്നെ ഉള്ളി ഇട്ടത്. ഉള്ളി ഇങ്ങനെയൊക്കെ കുറേശ്ശെ വറക്കാൻ പോയ ഇച്ചിരി എണ്ണ ഒഴിച്ച് വറക്കാൻ പോയ ഒരുപാട് സമയം നമ്മൾ നിൽക്കണം. ഇപ്പൊ തന്നെ സമയം 11 മണിയായേ. ഞങ്ങളുടെ പണി ഇപ്പൊ ഒന്ന് ഒതുങ്ങിയതേ ഉള്ളു. അപ്പൊ ഇനി തീയലും കൂടെ വെച്ചിട്ട് കിടന്നില്ലെങ്കിൽ രാവിലെ സമയം കിട്ടുകയില്ല. പോപ്പിയുടെ ബസ് 8 മണിയാകുമ്പോൾ വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതും കൂടെ അങ്ങ് വെച്ചിട്ട് കഴിച്ചിട്ട് കിടക്കാം. ചെറിയ ചീനിച്ചട്ടിയിൽ ഇട്ടിട്ടേ ഇച്ചിരി ഇളക്കാൻ ഇച്ചിരി പാടാൻ തോന്നി. അതുകൊണ്ട് നമുക്കൊന്ന് വലിയ ഇനി ആ ഉള്ളി അവിടെ കിടന്ന് മൂക്കുന്ന സമയത്ത് നമുക്കേ കഞ്ഞി കുടിക്കാം. എന്താണെന്നറിയോ, ഇതിനുള്ള തേങ്ങ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടിയപ്പം വന്ന് വറുത്തരച്ച് വെച്ചായിരുന്നേ. തേങ്ങയും മുളക് പൊടിയും കൂടെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും കൂടെ മൂക്കുന്ന സമയത്തിന് നമുക്ക് കഞ്ഞി കുടിക്കാം. ചമ്മച്ചി പിറ്റേ ദിവസമായി. ഇത് എപ്പോ വെച്ചിട്ട് കിടക്കും? ഇതിപ്പോ മൂത്ത് വരും, പകുതി മൂപ്പായി. ഇനിയിപ്പോ ഇത് ഇങ്ങനെ ഇങ്ങനെ നല്ല ഒന്നേലൊന്ന് തൊടാതെ ഇങ്ങനെ ആകും. ഇച്ചിരി കഴിയുമ്പോ നല്ല പൂ പോലെ ആകും. അപ്പൊ നമുക്ക് ഇത് ഇന്നല്ല നാളെ, അല്ല നാളെ ഇന്നായല്ലോ. 12 മണി ആയോടാ? ആയോ? രാത്രി 12 മണി, രാത്രി കഴിഞ്ഞു. 1 മണിയായി, നേരം വെളുത്തു. 2 ദിവസം കൊണ്ട് തീയല്. അതെ, നമുക്കൊരു ഗിന്നസ് റെക്കോർഡ് വേണം കേട്ടോ. 2 ദിവസം കൊണ്ട് തീയല് വെച്ചതിന്. ഇന്നലെയും വെച്ചു, ഇന്നും വെച്ചു. അതെ അതെ അതെ. ഇതേ തീയലൊക്കെ വെക്കണമെങ്കിൽ ഇച്ചിരി പാട് വേണം, നേരം വേണം, ഒക്കെ വേണം. ഒരു ദിവസം ഇപ്പൊ നമ്മുടെ വേറെ പണിയല്ലായിരുന്നു, ആ പണിയെല്ലാം കഴിഞ്ഞല്ലേ ഇതിലോട്ട് തുടങ്ങിയത്. നല്ല എളുപ്പമുള്ള പരിപാടി. അതെ അതെ. അവനറിയത്തില്ലല്ലോ ഇതിന് ഇത്രയും പാടുണ്ട്. ഇച്ചിരിച്ച മതി. എന്നാ പിന്നെ ഞാൻ ഉള്ളി തീയൽ കൊണ്ടുവന്നേക്കാം. ഞാനൊക്കെ വല്ലോ എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം. കൊടുക്കുന്ന സാധനം നമ്മളൊന്ന് വൃത്തിക്കും മനസ്സായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ കണ്ട ഉള്ളി എങ്ങനെയാ മൂത്തുന്നത്? കുഞ്ഞിനും കുഴഞ്ഞിരിക്കുന്നല്ലേ കണ്ടത്? കോരുവാണോ? ഇത് നോക്കി പഠിച്ചോണം. അടുത്ത പണി നിനക്കൊള്ളാ. ഞാൻ ഒന്നും പഠിക്കുന്നില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ഇത് കണ്ടോ? ആ അതെ അതെ അതെ. ഇങ്ങനെയാണ് ഉള്ളി വറുത്ത് വരുന്നത്. ഉണ്ടോ? എന്നിട്ടാണ് ഉള്ളി തീയലുണ്ടാക്കുന്നത്. ഇത് ഉള്ളി തീയലെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കും നല്ല എളുപ്പ പരിപാടിയാണ്. ഉള്ളി പൊളിച്ചിട്ടാ പോയി. ഉപ്പ് ചേർത്ത് നല്ല വർക്കുണ്ട് കേട്ടോ. ഈ ഉള്ളി എല്ലാം എന്നതിനാണ് തീര് വെക്കാൻ ഇത്രേ ഉള്ളി. അവൻ അത് വല്ല അറിയാവോ? അവന് തീയല് കൂട്ടിയിട്ടുള്ള അല്ലാതെ വെക്കുന്ന അറിയാം. കണ്ടോ? ഇതിപ്പം പണിയില്ലാതെ പണി കിട്ടിയപ്പോ ഫുൾ ടൈം പണിയാണ്. ഉള്ളി ഇങ്ങനെ നോക്കണം. ഇത് കണ്ടോ? ഒന്നൊന്ന് വിട്ട് വിട്ട് നിൽക്കണം അല്ലേ? നല്ല മുരിഞ്ഞ് ഉപ്പരി പോലെ ആയില്ലേ? ആയി. ഇങ്ങനെ ഇരിക്കണം. ഇതൊന്നും നേരത്തെ വന്ന് പഠിക്കാൻ തോന്നിയില്ലല്ലോ. അതെ അതെ അതെ. രാത്രി 12 മണി കഴിഞ്ഞു കേട്ടോ. ഇന്ന് പകലത്തെ പണി മുഴുവൻ കഴിഞ്ഞ് എനിക്കാണ് ഉറക്കം വരാനാണ്. ഇത് ഇവരിവിടെ ഉള്ളിത്തീയലാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെ തീർന്നില്ല. ഇത് എപ്പോൾ തീരും അമ്മ? ഇത് തീരാൻ പോവുക. ഇപ്പം തീരും. കുഞ്ഞിക്ക് ഉറക്കം വരുന്നില്ല. തീയലിനുള്ള കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് കൂടെ മുറിച്ച് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കടുകും കൂടെ, അല്ല കരുവേപ്പില അല്ല. കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓടിയല്ലേ. കുഞ്ഞിയും പോയി കിടന്നു തോന്നുന്നു. നമുക്കിതിനകത്തോട്ട് തേങ്ങ വറുത്തരച്ച് വെള്ളം തൊടാതെ അരച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടെ അങ്ങോട്ട് ഇടാം. അതാണ് ഇതിന്റെ ഉള്ളിത്തീയലിന്റെ ഹൈലൈറ്റ് അല്ലേ? ഇത് വാളംപുളി പിഴിഞ്ഞാണ്. കുറച്ച് കുറച്ച് കുറച്ച്
വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു. നമുക്ക് ഈ പാത്രം എല്ലാം കൂടെ കഴുകി നല്ലപോലെ തിളച്ച വെള്ളം. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളമേ ചേർക്കാവുള്ളൂ. ഉള്ളി വറുത്തപ്പോളേ ഇച്ചിരി ഉപ്പിട്ടാ വറുത്ത. നീ ഇതിന് അരപ്പിന് ഇരുന്ന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയാകാൻ പോവാല്ലേ. നമ്മൾ ഈ സദ്യയൊക്കെ ചെന്നിരുന്ന് കൂട്ടുമ്പോഴേ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണെന്ന് അറിയത്തില്ലല്ലോ അല്ലേ. ഉണ്ടാക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ, ഞങ്ങളെ പോലുള്ളവർക്ക്. അത് കൊള്ളാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉള്ളിത്തീയല്. ടേസ്റ്റ് ഉള്ളിത്തീയലിനാ. ഇഞ്ചിത്തീയലിന് വേറെ ടേസ്റ്റ് ഉണ്ടോ? ബോബിയുടെ സ്കൂളിലെ പിള്ളേരെല്ലാം ഉള്ളിത്തീയൽ കൂട്ടിയിട്ട് ചോദിക്കുമോ ഇനി ആരാടാ ഉള്ളിത്തീയൽ വെച്ച് തന്നേന്ന്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കൊച്ചെ, അല്ലേ നാളെ വിളമ്പത്തില്ല, കട്ടിയായി പോകും അല്ലേ, കുറുകിപ്പോ. 1 കിലോ വെച്ച ഉള്ളി ഉണ്ട് അന്നേരം. 1 കിലോ ഉള്ളിയാണ് ഇപ്പൊ ഇത്ര ആയത്. ഏത് തീയൽ വെച്ചാലും അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ കണ്ടോ ഇപ്പൊ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഈ പരുവത്തിലാണോ അല്ലേ? ഇങ്ങനെ വരണം, എന്നാലേ തീയലാവുള്ളൂ. എല്ലാം പിടുത്തം കിട്ടിയോ? അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ തീയലാ അല്ലേ. കണ്ടോ? അപ്പം നാളെ പോപ്പിയുടെ സ്കൂളിലെ പിള്ളേരെല്ലാം ഈ തീയലങ്ങ് കഴിക്കും. കഴിക്കട്ടെ. അല്ലേ ഇപ്പം ഞാൻ രാത്രിയിൽ പകലത്തെ പണി കഴിഞ്ഞിട്ട് ഇപ്പം രാത്രി വെക്കുവോ? പിന്നെ ഉള്ളിത്തീയൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോണ്ടാ. കുഞ്ഞിക്ക് ഉപ്പ് നോക്കണം, കുഞ്ഞിക്ക് ഉറക്കം വന്ന് തോന്നി. അപ്പൊ ഇന്നലത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് കിടക്കാൻ പോവാ. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. എന്നാ ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.